ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോയാലോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ നേരിടുന്ന ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ ഇപ്പോൾ എടുക്കേണ്ട ആക്ഷൻ എന്താണെന്നും ആ ആക്ഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്കം എന്താണെന്നും നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണ്? ഇതിനുവേണ്ടി നിങ്ങളിപ്പോൾ എടുക്കേണ്ട ആക്ഷൻ എന്താണ്? ഈ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്കം എന്തായിരിക്കും? നിങ്ങൾ നേരിടുന്ന ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എന്താണ് നമുക്ക് നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 ഓഫ് സോഡ് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. അപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ യെസ് ഓർ നോ എന്നുള്ള ഒരു ക്രോസ് റോഡിലാണ് നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. അത് കഴിയാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തം ഹൃദയവും മൂടിയിരിക്കുന്നു, കണ്ണും മൂടിയിരിക്കുന്ന ഒരവസ്ഥയിലാണ്. നിങ്ങൾക്ക് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് സത്യം കണ്ടെത്താൻ കഴിയുമെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ബ്രെയിനും ഹൃദയവും വേറെ രീതിയിലാണ് ചിന്തിക്കുന്നതെന്നാണ് കാണുന്നത്. ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ട്. ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാണ് കാണുന്നത്. ചിലപ്പോൾ എന്തായിരിക്കാം, ബിസിനസ്സിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, സാമ്പത്തികമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്നേഹത്തിൻ്റെ കാര്യത്തിലോ അങ്ങനെ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഉള്ളത് എന്നാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്ന ചോദ്യത്തിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ദ ലവേഴ്സ് എന്ന് പറഞ്ഞ ഒരു കാർഡാണ്. നല്ലൊരു മനോഹരമായ കാർഡാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് ജീവിതത്തിൽ വേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ തിരഞ്ഞെടുക്കേണ്ട സമയമാണ് എന്നാണ് ഡിവൈൻ പറയുന്നത്. അതാണ് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നതായിരിക്കാം. അത് വേണമോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണോ അത് തിരഞ്ഞെടുക്കാനാണ് ഡിവൈൻ പറയുന്നത്. നിങ്ങളിപ്പോൾ തിരഞ്ഞെടുക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു പാർട്ട്ണറെ അന്വേഷിക്കുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ അതായാലും നിങ്ങൾ തിരഞ്ഞെടുക്കൂ. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് തിരഞ്ഞെടുക്കൂ എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അതുപോലെ ഹൃദയവും ബ്രെയിനും ഒരുപോലെ ചിന്തിച്ച് ഒരു ഉത്തരത്തിൽ എത്തൂ എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം തിരഞ്ഞെടുക്കൂ എന്നതാണ്. ഈ ഒരു ആക്ഷൻ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടുന്ന ഔട്ട്കം എന്താണ് നമുക്ക് നോക്കാം. 10 ഓഫ് പെറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ വേറൊരു മനോഹരമായ കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ട ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റിയാണ് കിട്ടുന്നതെന്നാണ് ഡിവൈൻ പറയുന്നത്.